നമസ്കാരം. ടാറ്റ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസിലെ പേപ്പർ 2 പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇ ഗവേണൻസ്. മൊഡ്യൂൾ 9 ഇ ഗവേണൻസ് എന്ന ഭാഗം പറയുന്നത്. ഈ ഗവേണൻസിലെ ഡാറ്റ പ്രൈവസി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്ന ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മൊഡ്യൂൾ 9 10 മാർക്ക് ഉണ്ട്. ഈ 10 മാർക്കിന് ഏകദേശം 10 ടോപ്പിക്കാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മൊഡ്യൂളാണ്. അതോടൊപ്പം തന്നെ ഈ ഡാറ്റ പ്രൈവസി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗം ഇന്നത്തെ ഈ ഒരു നമുക്കറിയാം ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയും വികസിച്ച സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടി ഈ ഒരു ടോപ്പിക്കിനുണ്ട്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഏതായിരുന്നാലും വളരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഗവേണൻസിലെ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്ന ഭാഗം. ഒരു പക്ഷെ 1 അല്ലെങ്കിൽ 2 മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ അത്രയും ഞാൻ പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. സിലബസിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഡാറ്റ പ്രൈവസി ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇതൊരു ഒറ്റ ക്ലാസ് കൊണ്ട് തീരുന്നതല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻഫർമേഷൻ സെക്യൂരിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഡാറ്റ പ്രൈവസിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് റിട്ടയേർഡ് ജസ്റ്റിസ് പുട്ടസ്വാമി. ആരായിരുന്നു ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി? അദ്ദേഹം ഒരു കർണാടക സ്വദേശിയായിരുന്നു. കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു. അദ്ദേഹത്തെ ഓർക്കാതെ നമുക്ക് ഈ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഈ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു, മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കാരണം കിടക്കുന്നത് ഇവിടെയാണ്. നോക്കിയാൽ അറിയാം, ഈ പുട്ടസ്വാമി എന്ന് പറയുന്ന ആൾ മരണപ്പെടുന്നത് 2024 ഒക്ടോബർ 28-ാം തീയതിയാണ്. അതായത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് പോലും ഈ ഭാഗത്ത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു വർഷം പൂർത്തിയായിട്ടില്ല ഇദ്ദേഹം മരണപ്പെട്ടിട്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്, ജസ്റ്റിസ് പുട്ടസ്വാമി. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന ഡാറ്റ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുടെയൊക്കെ ഒരു കാരണക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന ആളാണ് ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ട്, പുട്ടസ്വാമി വി എസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2017 കേസ് ഫയൽ ചെയ്യുന്നത് 2012 അതിന്റെ ജഡ്ജ്മെന്റ് വരുന്ന ഡേറ്റ് ആണ് 2017 അതുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുട്ടസ്വാമി കേസ് 2017 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് ഇദ്ദേഹം പുട്ടസ്വാമി കേസ് ഫയൽ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ആധാർ നിർബന്ധമാക്കിയ ഒരു സാഹചര്യത്തിൽ ഈ ആധാർ എന്ന് പറയുന്ന സംവിധാനം ഇത് പിന്നെ വ്യക്തിയുടെ എന്താ പറയുക പ്രൈവസിക്ക് വിരുദ്ധമാണ്. ആധാർ പ്രൈവസിക്ക് വിരുദ്ധമാണ്. ഒരു പൗരന്റെ മൗലികാവകാശമായ പ്രൈവസിക്ക് വിരുദ്ധമാണ് ഈ ആധാർ നിർബന്ധമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. 2012 പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. 9 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിച്ചത്. അപ്പൊ പുട്ടസ്വാമി എന്തിനാണ് കേസ് ഫയൽ ചെയ്തത്? ആധാറിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആധാർ നിർബന്ധമാക്കുന്ന നടപടിക്കെതിരെ ആണ് അദ്ദേഹം ഈ ആധാർ വ്യക്തികളുടെ പ്രൈവസിയെ കളങ്കപ്പെടുത്തും അല്ലെങ്കിൽ പ്രൈവസിയെ ഇല്ലാതാക്കുന്നു എന്നുള്ള ഒരു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം 2012 കേസ് ഫയൽ ചെയ്യുന്നത്. 2017 ഓഗസ്റ്റ് 24-ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ അതിന്റെ വിധിന്യായം വരുന്നത്. ആ വിധിന്യായം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പുട്ടസ്വാമി ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്, എ ജഡ്ജ് ഓഫ് ദ കർണാടക ഹൈക്കോടതി. അദ്ദേഹം മരിച്ചത് 2024 98-ാം വയസ്സിൽ ബാംഗ്ലൂരുവിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക, കാരണം ഇങ്ങനെ ചോദ്യം ചോദിക്കാം. 2024 ബാംഗ്ലൂരിൽ അന്തരിച്ച ജസ്റ്റിസ് പുട്ടസ്വാമി അല്ലെങ്കിൽ വെറും പുട്ടസ്വാമി എന്ന് പറയാം. പുട്ടസ്വാമി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഡാറ്റ പ്രൈവസി ഓപ്ഷനിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിയമജ്ഞനാണ്. ആ രീതിയിൽ എന്താണ് ഓപ്ഷനിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. അദ്ദേഹം ഒരു നിയമജ്ഞനാണ്, കർണാടക ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് ആയിരുന്നു, റിട്ടയർഡ് ആണ്. അങ്ങനെ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് പുട്ടസ്വാമി. ഇദ്ദേഹമാണ് ആധാറിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്രയും വിശദീകരിച്ച് പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് കൂടി വരാം. അത് ഞാൻ പറഞ്ഞത് 2 ചോദ്യം ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കും. ഒന്ന് ഡാറ്റ പ്രൈവസി എന്ന ഇ ഗവേണൻസിന്റെ ഭാഗത്തു നിന്നും, അതോടൊപ്പം കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്തു നിന്ന് കൂടി വേണമെങ്കിൽ ഈ ഭാഗത്ത് ചോദ്യം ചോദിക്കാം.
അപ്പൊ ഇതിന്റെ ജഡ്ജ്മെന്റിൽ എന്താണ് സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു പ്രൈവസി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ PSC അങ്ങനെ ചോദിക്കാം, റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പ്രസ്താവിച്ച കേസ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പുട്ടസ്വാമി VS വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. സ്വകാര്യത മൗലികാവകാശമാണ് എന്ന് വിധി പ്രസ്താവിച്ചിട്ടുള്ള കേസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഏതൊക്കെ അനുച്ഛേദ പ്രകാരമാണ് ഈ സ്വകാര്യത മൗലികാവകാശമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പ്രധാനമായിട്ടും ഈ ഇതിൽ ചോദിക്കുക ആർട്ടിക്കിൾ 21 സാധ്യത കൂടുതലും, കാരണം ഈ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ സ്വകാര്യത വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യത മൗലികാവകാശമാണ് എന്ന വിധി പ്രസ്താവിച്ചിട്ടുള്ള കേസാണ് ജസ്റ്റിസ് പുട്ടസ്വാമി കേസ്. ലീഗൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ഒരു കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാല വിധിന്യായങ്ങളെയൊക്കെ അവിടെ പരാമർശിക്കപ്പെടാറുണ്ട്. പിന്നെ വാദിയുടെ പക്ഷത്തു നിന്നോ പ്രതിയുടെ പക്ഷത്തു നിന്നോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു മുൻകാല ഇതൊക്കെ ചർച്ചയാവാറുണ്ട് അല്ലെ, മുൻകാല കേസുകൾ. അങ്ങനെ ചർച്ചയായിട്ടുള്ള 2 കേസാണ് ഇതിന്റെ വിധിന്യായവുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടപടി നടക്കുന്ന സമയത്ത് ചർച്ചയായിട്ടുള്ള 2 കേസുകളാണ്. ഒന്ന് MP ശർമ്മ വേഴ്സസ് സതീഷ് ചന്ദ്ര കേസ് 1954, പിന്നെ ഗരക് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസ് 1962. ഈ 2 കേസുകളും ഈ ഒരു പുട്ടസ്വാമി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഓവർറൂൾ ചെയ്തിട്ടുള്ള 2 കേസുകളാണ്. ദീസ് ഹാഡ് ഹെൽഡ് ദാറ്റ് പ്രൈവസി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഈ കേസുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫണ്ടമെന്റൽ പ്രൈവസി, സ്വകാര്യത ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് വിധിച്ചിട്ടുള്ള 2 കേസായിരുന്നു ഈ 2 കേസുകൾ. ഈ കേസിനെ മറികടന്നുകൊണ്ടാണ് പുട്ടസ്വാമി കേസിൽ വിധി വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്വകാര്യത മൗലികാവകാശമാണ് എന്നുള്ള വിധിയാണ് പുട്ടസ്വാമി കേസിൽ വരുന്നത്. എന്നാൽ ഈ പറയുന്ന 54 കേസും 62 കേസിലും സ്വകാര്യത മൗലികാവകാശമല്ല എന്ന് ഉള്ള വിധിന്യായമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 കേസിനെയും മറികടന്നുകൊണ്ടാണ് ഇവിടെ ഒരു വിധിന്യായം വന്നിട്ടുള്ളത്. അങ്ങനെ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി അങ്ങനെ വിധി പുറപ്പെടുവിക്കുന്നു. ഇവിടെ ആധാർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു നിയമം നിലവിലുണ്ട്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയെ മറികടന്നുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അതോടെ തന്നെ എന്ത് ചെയ്യണം? ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ആ അർത്ഥത്തിൽ ചില മാറ്റങ്ങൾ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് വിധിന്യായവുമായി ബന്ധപ്പെട്ട് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോ സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിൽ പ്രധാനപ്പെട്ട മാറ്റമാണ് ആധാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഡ് ടു ഫർദർ ജഡ്ജ്മെന്റ് പ്ലേസിംഗ് ലിമിറ്റ്സ് ഓൺ മാൻഡേറ്ററി ആധാർ യൂസേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ആധാർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമത്തിനെതിരെയാണ് പുട്ടസ്വാമി കേസ് ഫയൽ ചെയ്തത്. അപ്പൊ ഈ ഒരു വിധിന്യായത്തിന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്തു? ആധാർ നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കി ആധാർ ക്യാൻ ബി മാൻഡേറ്ററി ഫോർ സർവീസസ് ലൈക്ക് സിം കാർഡ്സ്, ബാങ്കിങ് എക്സെട്ര. സിം കാർഡ് അതേപോലെ ബാങ്കിങ് പോലെയുള്ള സേവനങ്ങൾക്ക് നിർബന്ധമാക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് ഇതിൽ കുറെ ഭേദഗതികളൊക്കെ പിന്നീട് വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പുട്ടസ്വാമി കേസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആധാർ ഈ പറയുന്ന ബാങ്കിങ് കാര്യങ്ങൾക്കും അതേപോലെ സിം കാർഡിന്റെ ആവശ്യത്തിനും നിർബന്ധമാക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു ന്യൂ ഡാറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നു. ഇൻസ്പയർഡ് ദ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. അപ്പൊ അതൊരു ഡാറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫ്രെയിംവർക്കാണ് പിന്നീട് 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന് പ്രചോദനമായിട്ടുള്ളത്. എന്താണ് 2023 നിയമം? ഫ്രെയിംവർക്ക് ഫോർ കൺസെന്റ് ബേസ്ഡ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്. അപ്പോൾ ഈ ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോൾ അതേപോലെ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഡാറ്റ പ്രോസസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് 2023 ഇൻസ്പയർഡ് ദ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. നമുക്കറിയാം ഇപ്പോൾ ആധാറിന്റെ ഉപയോഗവും അതിന്റെ ഷെയറിംഗിലും ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉണ്ട്. നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ആധാറിന്റെ കോപ്പി ഷെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ആധാറിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമ്മുടെ ആധാർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ PDF ആയിട്ടാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുക. പക്ഷെ ആ PDF നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റൂല അല്ലെ. അതിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും, അതിൽ ഒരു പാസ്വേഡ് സിസ്റ്റം ഉണ്ടാകും. ആ പാസ്വേഡ് നമ്മുടെ പേരിന്റെ 3 അക്ഷരം അതേപോലെ നമ്മുടെ ജനനവർഷമൊക്കെ തുടങ്ങിയ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു പാസ്വേഡ് ഉണ്ട്. ഈ പാസ്വേഡ് പ്രകാരമേ ഒരു ആധാർ PDF നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത്തരം പ്രൈവസികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഈ പുട്ടസ്വാമി കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ
സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയുള്ള ടാറ്റ PSCയുടെ ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ പിന്നെ ഓൺഗോയിങ് ആണ്. കഴിഞ്ഞ ജൂൺ 16 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ 2 പ്രാധാന്യം കൊടുത്തുകൊണ്ട് രണ്ട് ബാച്ചാണുള്ളത്. ഒന്ന് പേപ്പർ 2 മാത്രമുള്ള ഒരു ബാച്ച് ഉണ്ട്. അതിന് വെറും 1099 രൂപയാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. അതേപോലെ ഇനി പ്ലസ് പേപ്പർ 1 കൂടി ആവശ്യമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 1499 രൂപയാണ് ഫീസ്. അപ്പൊ രണ്ട് ബാച്ചിൽ ഏത് ബാച്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് പിന്നെ പേപ്പർ 2 ഒക്കെ നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അവസാനമായിട്ട് നടന്നിട്ടുള്ള LST സെക്രട്ടറി പരീക്ഷയിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു തിയറി കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് താഴെ തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ മെയിൻസ് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ ഏകദേശം 12 വർഷത്തോളം പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അടക്കമുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതേപോലെ ഡൗൺലോഡബിൾ PDF നോട്ട്സ് ഉണ്ടാകും. പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാകുന്ന രീതിയിലുള്ള PDF നോട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പിന്നെ ബാച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. ഈ ഒരു കോഴ്സ് നടത്താനുള്ള ചെലവിന് വേണ്ടി മാത്രം ചെറിയൊരു സംഖ്യ. കാരണം നിങ്ങളൊക്കെ പിന്നെ തൊഴിലന്വേഷകരാണ്. വലിയ വലിയ കോഴ്സ് ഫീസ് കൊടുത്തിട്ട് കോഴ്സ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള 2 നമ്പറുകളുണ്ട്. 7034327690 9544166690. ഇതിൽ ആദ്യത്തെ നമ്പറിൽ കോൾ ചെയ്യുകയോ രണ്ടാമത്തെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. താല്പര്യമുള്ള ആളുകൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്കറിയാം ഇനി നമുക്ക് സമയമില്ല, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇതുവരെ പലരും ലിസ്റ്റിൽ വരുമോ ഇല്ലേ എന്ന് സംശയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, പഠിക്കാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാനുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠന രീതികളിലൂടെ കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം. നമുക്ക് ബാക്കി ഭാഗം നോക്കാം. അപ്പൊ അങ്ങനെ ഈ ഒരു ജഡ്ജ്മെന്റിന്റെ തുടർന്നിട്ട് നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞു ഈ പറയുന്ന കുട്ടസ്വാമി കേസിൽ സ്വകാര്യത മൗലികാവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധിന്യായം വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റു ചില മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. ആധാറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം ചേഞ്ചസ് ആഫ്റ്റർ ദ ജഡ്ജ്മെന്റ് സ്ട്രെങ്തൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ് കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഗ്രേറ്റർ സ്ക്രൂട്ടിനി ഓൺ ലോസ് അഫക്റ്റിംഗ് പേഴ്സണൽ ലിബർട്ടി, ബോഡി ഓട്ടോണമി, സെക്ഷൽ ഓറിയന്റേഷൻ. അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് എന്താ പറയാ, നമ്മളൊരു വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെയുള്ള നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷൻ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പിന്നെ പറയുന്ന പിന്നെ LGBTQ അടക്കമുള്ള അത്തരം ആളുകളൊക്കെ ഉണ്ടാവും. അത്തരം ഡാറ്റകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. അത്രയും പിന്നെ ശ്രദ്ധയോടുകൂടി ഡാറ്റകൾ കൈകാര്യം ചെയ്യണം തുടങ്ങി ഒരുപാട് നിയമങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു കുട്ടസ്വാമി കേസിന്റെ ഒരു പിന്നെ ബാക്കി പത്രം എന്നാണ്. അതേപോലെ ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ റൂളിങ്സ്. ഇതിന് ശേഷം വരുന്ന നിയമങ്ങളിലൊക്കെ പിന്നെ ഒരു ഫൗണ്ടേഷൻ വർക്ക് ചെയ്യാൻ ഈ ഒരു കേസിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പിന്നെ കുട്ടസ്വാമി കേസുമായിട്ട് ബന്ധപ്പെട്ട ജഡ്ജ്മെന്റ് പരിഗണിച്ചുകൊണ്ടായിരിക്കും നിയമങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ. അതായത് നമുക്കൊരു ഓൺലൈൻ പിന്നെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കാം. ഫേസ്ബുക്ക് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാം ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്കൊരു പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അക്കൗണ്ട് ക്രിയേറ്റ് നമ്മൾ പല വിവരങ്ങളും പല ഡാറ്റകളും അല്ലെങ്കിൽ പല പോസ്റ്റുകളും ഒക്കെ അതിൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പിന്നീട് എനിക്ക് എന്റെ അക്കൗണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ആ ഡിലീറ്റ് ചെയ്താൽ അത് പൂർണ്ണമായിട്ടും മറ്റൊരാൾക്ക് കാണിക്കാത്ത രീതിയിൽ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അത് എനിക്കുള്ള അവകാശമാണ്. എന്റെ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെയും ആ ഡാറ്റ അവിടെ ശേഷിക്കാത്ത വിധം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമാണ്. അതാണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഓൺലൈൻ പ്രൈവസി ആൻഡ് സൈബർ റെഗുലേഷൻ ആക്ടുകൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഫേസ് റെക്കഗ്നൈസേഷൻ ആൻഡ് സർവൈലൻസ് ഡിബേറ്റ്സ് ഒക്കെ ഇതിന്റെ, ഞാൻ പറഞ്ഞത് ഈ ഒരു കുട്ടസ്വാമി കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വന്നുള്ള നിയമങ്ങളിൽ ഏതൊക്കെ നിയമങ്ങളിലാണ് ഇതിന്റെ സ്വാധീനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് BN
ശ്രീകൃഷ്ണ കമ്മിറ്റി, 2017 ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ആരാണ് നിയമിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. നിയമിച്ചിട്ടുള്ള മിനിസ്ട്രി ഏതാണെന്നുള്ള ചോദ്യം ഈ അടുത്ത് നമ്മുടെ LSCS പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെ പ്രിലിംസ് എക്സാമിന് ഫസ്റ്റ് ഫേസിലാണെന്ന് എനിക്ക് തോന്നുന്ന ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. അതായത് പിന്നെ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ആരംഭിച്ചത് ഏത് മിനിസ്ട്രി ചേർന്നിട്ടാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഈ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം. ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ഓർത്തു വെക്കാൻ പ്രയാസമൊന്നുമില്ല അല്ലെ. കാരണം ഇത് ഡാറ്റ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? ഈ കമ്മിറ്റിയെ നിയമിക്കുന്നത് കൊണ്ടുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്തായിരുന്നു? ടു സജസ്റ്റ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഡാറ്റ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ പോസ്റ്റ് പുട്ടസ്വാമി ജഡ്ജ്മെന്റ് 2017. അതായത് 2017 പുട്ടസ്വാമി കേസിലെ ജഡ്ജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് തയ്യാറാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജസ്റ്റിസ് ശ്രീകൃഷ്ണ കമ്മിറ്റിയെ ആര് നിയമിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി നിയമിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആരാണ് നിയമിക്കുന്നത്? എന്തിനാണ് നിയമിക്കുന്നത്? രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ് നിയമിക്കുന്നത്? പുട്ടസ്വാമി കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഡാറ്റ പ്രൈവസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കമ്മിറ്റിയുടെ പേര് BN ശ്രീകൃഷ്ണ കമ്മിറ്റി ആണ്. ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ്. ഇനി എന്താണ് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നോക്കാം. കോംപ്രഹെൻസീവ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ, അതായത് ഒരു കോംപ്രഹെൻസീവ് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ തയ്യാറാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഒന്നാമതായിട്ട് മുന്നോട്ട് വെച്ചത്. സജസ്റ്റഡ് ദ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് PDP ബിൽ 2018. പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു അതോറിറ്റി തന്നെ രൂപീകരിക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് ഈ ശ്രീകൃഷ്ണ കമ്മിറ്റി മറ്റൊന്ന് നടത്തിയിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ബോഡി ടു എൻഫോഴ്സ് ഡാറ്റ പ്രൊട്ടക്ഷൻ. ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതി എന്നുള്ള നിലയ്ക്ക് ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിക്കാനും ഈ കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ യൂസർ കൺസെന്റ്, പ്രോസസിംഗ് പേഴ്സണൽ ഡാറ്റ ഓൺലി വിത്ത് എക്സ്പ്ലിസിറ്റ് ഇൻഫോർമേഡ് കൺസെന്റ്. അതായത് നമുക്കറിയാം ഇത് ഒരു പക്ഷേ ഇതുകൊണ്ട് എത്തുന്നതുകൊണ്ട് എത്ര പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കറിയാം നമ്മളൊക്കെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. ഒരുപാട് റീഡ് മീ ഒക്കെ വന്നിട്ട് ഐ റീഡ് അത്, ഐ അഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് പോകും. എത്ര ആളുകൾ അത് വായിച്ച് നോക്കാറുണ്ട്? ഒരു പക്ഷെ ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് കൺസെന്റുകൾ ആ ഒരു ഇതിൽ വാങ്ങുന്നുണ്ടാകും. നമ്മളത് വായിച്ചു നോക്കി ഞാൻ എല്ലാത്തിനും ഓക്കെയാണ്, കാരണം നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് പോകണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഞാൻ ഓക്കെയാണ്, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാം ടിക്ക് ഇട്ടിട്ട് സേവ് ചെയ്ത് പോകും. അതോടുകൂടി നമ്മൾ കൺസെന്റ് കൊടുത്തു, നിങ്ങളുടെ ഡാറ്റ ഞങ്ങൾ എടുക്കും, നിങ്ങളുടെ കോണ്ടാക്ട് ഞങ്ങൾ ഇത് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറി ഞങ്ങൾ ആക്സസ് ചെയ്യും തുടങ്ങി ഒരുപാട് കൺസെന്റ് നമ്മളോട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഐ അഗ്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കമ്പനി, നമ്മുടെ ഏതൊരു കമ്പനിയുടെ ആപ്ലിക്കേഷൻ ആണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഒരു കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് കൺസെന്റ് ആണ് ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗാലറി ആക്സസ് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യേണ്ടി വരും, അങ്ങനെ എന്തൊക്കെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങൾ ആക്സസ് ചെയ്യും, നിങ്ങൾക്ക് അതിന് സമ്മതമാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാൻ പോലും സമയമില്ലാതെ നമ്മൾ ഐ അഗ്രി ഐ അഗ്രി ഐ അഗ്രി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഈ യൂസർ കൺസെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ അനുമതി വാങ്ങാതെ ഒരിക്കലും നമ്മുടെ ഡാറ്റ അവർക്ക് എടുക്കാൻ പറ്റൂല, അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരുവിധം ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ കൺസെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഡാറ്റ ലോക്കലൈസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡാറ്റ ലോക്കലൈസേഷൻ. എന്താണ് ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പേഴ്സണൽ ഡാറ്റ ടു ബി സ്റ്റോർഡ് വിത്തിൻ ഇന്ത്യ. അതായത് എന്റെ വിവരം ഒരു കമ്പനി ശേഖരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്റെ ഒരു ഡാറ്റ, എന്റെ ആരോഗ്യ വിവരമാവാം, എന്റെ ബാങ്ക് അക്കൗണ്ട് വിവരമാവാം, എന്താവാം, എന്റെ ഒരു ഡാറ്റ ഇന്ത്യ വിട്ടു പുറത്തേക്ക് പോകാൻ പാടില്ല, ഇന്ത്യയിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അപ്പൊ അവരുടെ ഡാറ്റാബേസ് ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയാണ്, അവരുടെ ഡാറ്റാബേസ് അമേരിക്കയിലാണെങ്കിൽ അവിടേക്ക് ആ ഡാറ്റാബേസിലേക്ക് എന്റെ ഡാറ്റ കൊണ്ടുപോകാൻ പാടില്ല, ഇന്ത്യയിൽ തന്നെ അത് സ്റ്റോർ ചെയ്യണം, ക്രിട്ടിക്കൽ പേഴ്സണൽ ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിൽ വെക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത് ഈ COVID-19 കാലത്ത് കേരളത്തിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു?
സ്പ്രിംഗ്ലർ അഴിമതി കേസ് എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷമൊക്കെ വളരെ ശക്തമായിട്ട് ബാധിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന പേര്. സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ കോവിഡ് രോഗികളുടെ ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടി സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കേരള സർക്കാർ കരാറിൽ ഏർപ്പെട്ടു. ഇത് ഒരു വിദേശ കമ്പനിയായിരുന്നു. ഈ കമ്പനിയുടെ വെബ്സൈറ്റിലേക്കാണ് ഈ ഡാറ്റ കൊടുക്കുന്ന, ഡാറ്റ സ്റ്റോർ ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് അതിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ തയ്യാറാക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഈ ഒരു കമ്പനി ഏൽപ്പിച്ചതായിരുന്നു. പക്ഷേ ഈ കമ്പനി ഈ ഡാറ്റ പിന്നെ എന്താ പറയുക മാർക്കറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി, കാരണം ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനി മറ്റൊരു മരുന്ന് കമ്പനിയുടെ, വലിയൊരു മരുന്ന് കമ്പനിയുടെ മാർക്കറ്റിംഗ് വിങ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ആ കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഈ ഡാറ്റ ഉപയോഗിക്കാം എന്നുള്ള ഒരു പരാതിയുടെ പേരിലായിരുന്നു അന്ന് വലിയ വിവാദം ഉണ്ടായിരുന്നത്. അപ്പൊ സ്പ്രിംഗ്ലർ അഴിമതി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ആ തരത്തിൽ ഒരു ഡാറ്റയുടെ ലോക്കലൈസേഷനും ഈ പറയുന്ന ശ്രീകൃഷ്ണ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ മറ്റൊരു റെക്കമെൻഡേഷൻ ആണ് റൈറ്റ് ടു പ്രൈവസി പ്രൊവിഷൻസ്, ഇൻക്ലൂഡഡ് റൈറ്റ് ടു ബി ഫോർഗോട്ടൺ, റൈറ്റ് ടു ആക്സസ് ആൻഡ് റൈറ്റ് ടു കറക്ഷൻ. അതായത് ഒരു ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാനും എന്റേതായ ഡാറ്റ എനിക്ക് ഭാവിയിൽ എനിക്ക് ആവശ്യം വരികയാണെങ്കിൽ ഞാനൊരു വെബ്സൈറ്റിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഡാറ്റ എനിക്ക് ആവശ്യമാണെങ്കിൽ അത് ആക്സസ് ചെയ്യണം. അതോടൊപ്പം ഫോർഗോട്ടൺ, റൈറ്റ് ടു ബി ഫോർഗോട്ടൺ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമില്ല, അതായത് ഇറേസ് ചെയ്ത് കളയണമെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ കൊടുത്തിട്ടുള്ള ഡാറ്റ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള അധികാരം അതൊക്കെ ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു. പിന്നെ ഡാറ്റ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ്, ഓർഗനൈസേഷൻസ് ഹാൻഡ്ലിംഗ് ഡാറ്റ മസ്റ്റ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം മിസ്യൂസ് ഓർ ബ്രീച്ച്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം, നേരത്തെ പറഞ്ഞതുപോലെ സ്പ്രിംഗ്ലർ പോലെയുള്ള ഒരു കമ്പനി ആണെങ്കിൽ തന്നെ അവർ ഏതെങ്കിലും ഒരു ഡാറ്റ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്ന ഡാറ്റ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്, പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. പിന്നെ അത് മിസ്യൂസ് ചെയ്യുന്നതിൽ നിന്നോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ഒക്കെ എന്താ പറയാ ഹാക്ക് ചെയ്തുകൊണ്ട് ആ ഡാറ്റ മോഷ്ടിക്കുന്നതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഏത് സ്ഥാപനമാണോ ഈ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് ആ സ്ഥാപനത്തിനായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു മറ്റൊരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ പെനാൽറ്റീസ് ഫോർ നോൺ കോംപ്ലയൻസ്. അങ്ങനെ ഇങ്ങനെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു കമ്പനി പരാജയപ്പെട്ടാൽ, ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്പനി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെക്കമെൻഡേഷനും ഈ പറയുന്ന ശ്രീകൃഷ്ണ കമ്മിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയുമാണ് ശ്രീകൃഷ്ണ കമ്മിറ്റി ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ള റെക്കമെൻഡേഷൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ പോളിസി, പോളിസിയെ എങ്ങനെയാണ് ഇത് ബാധിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഫോംഡ് ദ ബേസിസ് ഓഫ് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2009, 2019 ഒരു പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് കൊണ്ടുവന്നു. ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ എന്താ പറയാ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ തന്നെയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നീട് അത് 2023 ഡാറ്റ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇത് ലയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിയമമാണ് SPDI റൂൾസ് 2011. 2011 നിലവിൽ വന്നിട്ടുള്ള എന്താണ് SPDI എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ ഓർ ഇൻഫർമേഷൻ. അതാണ് SPDIയുടെ പൂർണ്ണ രൂപം, സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ ഓർ ഇൻഫർമേഷൻ. എന്തൊക്കെയാണ് SPDIയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് ഈ നിയമം എന്ന് നോക്കാം. ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 43A ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. 2000 ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 43A എന്ന് പറയുന്ന സെക്ഷന്റെ അണ്ടറിലാണ് ഈ ഒരു SPDI റൂള് കൊണ്ടുവന്നിട്ടുള്ളത്. സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ ഓർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ ഒരു റോള് കൊണ്ടുവന്നിട്ടുള്ളത് IT ആക്ടിന്റെ 43A എന്ന് പറയുന്ന സെക്ഷനിലാണ്. എന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് പറയുന്നുണ്ട്. ടു പ്രൊട്ടക്ട് പേഴ്സണൽ ആൻഡ് സെൻസിറ്റീവ് ഡാറ്റ ഹാൻഡിൽഡ് ബൈ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഓർ ഇന്റർമീഡിയറ്ററീസ് ഇൻ ഇന്ത്യ ആൻഡ് ഇമ്പോസ് പെനാൽറ്റീസ് ഫോർ ഡാറ്റ ബ്രീച്ചസ്. അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള കാര്യം തന്നെയാണ്. നിയമം കൊണ്ടുവന്നത് എന്തിനാണ്? ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി, ഈ എൻറ്റിറ്റി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്ററീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സേവന ദാതാക്കൾ എന്നൊക്കെ പറയില്ലേ. നമുക്കിപ്പോ ഇന്റർനെറ്റ് ഒക്കെ തരുന്ന ആളുകൾ
അതേപോലെ വെബ്സൈറ്റുകൾ തുടങ്ങിയ ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യണം? ഇവരുടെ ഡാറ്റയ്ക്ക് ഈ സെൻസിറ്റീവ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിൽ ചില സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അവരുടെ ഉത്തരവാദിത്തമാണ്. അതിനവർ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് ഫൈൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് SPDA റൂൾസ് 2011 എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ആ SPDA പൂർണ്ണ രൂപം പഠിച്ചു വെക്കണം, വർഷം പഠിച്ചു വെക്കണം, ഏത് സെക്ഷന്റെ കീഴിലാണ് കൊണ്ടുവന്നത് പഠിച്ചു വെക്കണം, അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതും പഠിച്ചു വെക്കണം. അത്രയും കാര്യങ്ങൾ അവിടെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അത്രയാണ് നമ്മൾ ഈ ഭാഗത്ത്. അതേപോലെ ഒറ്റ കാര്യം കൂടി, അതിൽ ഈ SPDA എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ ഓർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ ഓർ ഇൻഫർമേഷനിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്, നിയമത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പാസ്വേഡുകൾ. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിലൂടെ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഈ പാസ്വേഡുകൾ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കണം. ആരെങ്കിലും ഈ ഒരു ഹാക്ക് ചെയ്തുകൊണ്ട് ഈ പാസ്വേഡ് എടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ഈ പറയുന്ന കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്ററീസോ അതിന് ഉത്തരവാദികളാണ്. അതേപോലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ബാങ്ക് അക്കൗണ്ടുകളും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വെബ്സൈറ്റിലൊക്കെ ഉപയോഗിക്കും. പല ആവശ്യത്തിനും പർച്ചേസ് ചെയ്യാനും പേയ്മെന്റ് നടത്താനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിവരങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതും SPDAയിൽ ഉൾപ്പെടുന്നതാണ്. ഒന്ന് പാസ്വേഡ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ ഇൻഫർമേഷനിലേക്ക് ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ. അതേപോലെ ഹെൽത്ത് കണ്ടീഷൻസ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് ഒരാളുടെ ആരോഗ്യനില, അവർക്ക് ശാരീരിക മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാകും. ഇതിന്റെയൊക്കെ ഡാറ്റ ഒരു പക്ഷെ പല ആവശ്യങ്ങൾക്കും വേണ്ടി കൈകാര്യം ചെയ്യുന്നവരുണ്ടാകും, കമ്പനികൾ ഉണ്ടാകും, സ്ഥാപനങ്ങൾ ഉണ്ടാകും. ഒരു കാരണവശാലും ഈ ഒരു വ്യക്തിയുടെ ഇത്തരം അയാളുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചുള്ള, ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചുള്ള ഡാറ്റകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, മറ്റൊരാൾ ആക്സസ് ചെയ്യുന്ന, മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ പറയുന്നത് ഉപയോഗിക്കുന്ന, ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് അതും SPDAയിൽ ഉൾപ്പെടുന്നതാണ്, ഹെൽത്ത് കണ്ടീഷൻ. അതേപോലെ മറ്റൊന്നാണ് ബയോമെട്രിക് ഇൻഫർമേഷൻ. അതും SPDAയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ സെക്ഷൽ ഓറിയന്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കാര്യം. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് സെയിം സെക്സിനോട് താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും. അതൊരു ഇപ്പൊ ആ ഒരു അവസ്ഥ ഉള്ള ഒരുപാട് പേരുണ്ട് അല്ലെ, LGBTQ എന്നൊക്കെ നമ്മൾ പറയും. അത്തരത്തിലുള്ള ആളുകളുടെ അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. അതും ഈ SPDA എന്ന് പറയുന്ന ഇതിൽ ഉൾപ്പെടും. അപ്പോൾ എന്തൊക്കെയാണ് സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ ഓർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് പാസ്വേഡുകളാണ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ ഇൻഫർമേഷനുകളാണ്, മറ്റൊന്ന് ഹെൽത്ത് കണ്ടീഷൻ ആണ്, മറ്റൊന്ന് ബയോമെട്രിക് ഇൻഫർമേഷൻ ആണ്, മറ്റൊന്ന് സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പരിധിയിൽ, SPDAയുടെ പരിധിയിൽ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന, ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗം കുറച്ചുകൂടി വിശാലമായിട്ടുള്ളതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പുട്ടസ്വാമി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2024 പുട്ടസ്വാമി അന്തരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റീസെന്റ് ആയിട്ട് മരണപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അയാളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊക്കെ നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.